എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് +2 സേ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ +2 എക്സാം എഴുതാൻ പോകുന്നത് പരീക്ഷ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ സകല എഫേർട്ടും എടുത്തിട്ടായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു അപകടമുണ്ട്. ആ അപകടത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. കൃത്യമായിട്ട് അവസാനം വരെ കാണണം, നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. ഈ സേ എഴുതുന്നവർ മാത്രമല്ല, ഇതിനിപ്പോ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളും +2 പഠിക്കാൻ തയ്യാറെടുക്കുന്നവരും കൃത്യമായിട്ട് അറിയേണ്ട കാര്യം തന്നെയാണ്. എല്ലാ കാലത്തും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മാനുവൽ പ്രകാരം +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മാനുവൽ പ്രകാരം കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് പലരും അറിയാതെ പോകുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞ കാര്യം, നമ്മൾ +2 സേ എഴുതിയാൽ അത് വലിയ അപകടമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. +2 സേ എഴുതുന്നത് നമ്മൾ പാസ്സാവാൻ വേണ്ടിയാണ്. തോറ്റ വിഷയങ്ങൾ എത്ര എണ്ണം ഉണ്ടോ അത്രയും വിഷയങ്ങൾ നമുക്ക് പാസ്സാവാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ നമുക്ക് വർഷം നഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ എഴുതിയെടുത്ത് നമ്മൾക്ക് ഒരുമിച്ച് പഠിച്ച ആളുകൾക്കൊപ്പം, ജയിച്ചു പോയവർക്കൊപ്പം തന്നെ ഇരുന്ന് പഠിക്കാൻ, ഹയർ സ്റ്റഡിക്ക് പഠിക്കാൻ അവസരം നൽകുന്ന ഒരു ഓപ്ഷനാണ് ഈ സേ എന്ന് പറയുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ +2 സേ എഴുതാൻ പോകുമ്പോൾ നമ്മൾ എഴുതുന്ന പരീക്ഷ +2വിൻ്റെതാണ്, ഒരിക്കലും +1ൻ്റെതല്ല. എന്ന് പറഞ്ഞാൽ +1ന്റെ തോറ്റതോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതോ ആയ വിഷയങ്ങൾ എഴുതുന്നതിനെ നമ്മൾ +1 ഇംപ്രൂവ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. +2വില് തോറ്റതിനെ നമ്മൾ എഴുതുമ്പോൾ അതിനെ സേ അഥവാ സേവ് എ ഇയർ എന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ അല്ലേ? ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. അതായത് ഇപ്പൊ തോറ്റിരിക്കുന്ന വിദ്യാർത്ഥികൾ +2വിലാണ് തോറ്റത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റില്, അതായത് നിങ്ങളിപ്പോ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ തോറ്റ വിഷയം +2വിൻ്റെതാണെങ്കിൽ, അതായത് 2ാം വർഷത്തിൻ്റെതാണെങ്കിൽ, ഈ +2 സേ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ കൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് +2വിൽ മാത്രമാണ് നിങ്ങൾ തോറ്റതെങ്കിൽ ഈ +2 സേ എഴുതുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതായത് +1ല് എല്ലാ വിഷയവും മിനിമം മാർക്ക് കൊണ്ടെങ്കിലും പാസ്സായവർ, അതായത് സയൻസിലോ ഹ്യൂമാനിറ്റീസിലോ കൊമേഴ്സിലോ ഏത് വിഷയം ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റുകളായിക്കോട്ടെ, നിങ്ങൾ +1ല് എല്ലാ വിഷയവും മിനിമം മാർക്കോ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള മാർക്ക് കൊണ്ടോ ജയിച്ചവരായിരിക്കണം. അങ്ങനെയുള്ളവർ +2വില് ഏതെങ്കിലും വിഷയത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ആ വിഷയം +2 മാത്രമായിട്ട് ഇപ്പോൾ നമുക്ക് സേ എഴുതുന്നതിൽ ഒരു അപാകതയുമില്ല. നിങ്ങൾക്ക് +2വിന്റെ മാർക്ക് മാത്രം എഴുതി വാങ്ങിയാൽ മതിയാകും. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് +2വിൽ കിട്ടിയ, ഇപ്പോ നിങ്ങൾ തോറ്റിട്ട് കിട്ടിയ ഒരു മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്ക് ഒരിക്കലും അവിടെ പരിഗണിക്കില്ല. നിങ്ങൾ ആദ്യമായിട്ട് +2 എഴുതുമ്പോൾ 0 ആണ് മാർക്ക്, അതുപോലെ മാർക്കാണ് ഇവിടെ പരിഗണിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് +2 പരീക്ഷ എഴുതുന്ന രീതിയിൽ മാർക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. പഴയ +2 മാർക്ക് നിലനിൽക്കില്ല. ഓക്കെ, അവരെ സംബന്ധിച്ച് യാതൊരു തർക്കവും ഈ കാര്യത്തിലില്ല. നേരെ മറിച്ച് രണ്ടാമത്തെ കാര്യം, +1ല് നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റിട്ടുണ്ട്, +2വില് എല്ലാ വിഷയവും ജയിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, +2വില് എല്ലാ വിഷയവും ജയിച്ചിട്ടുണ്ട്, +1ല് ഏതെങ്കിലും വിഷയം തോറ്റിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ +2 സേ ഇപ്പൊ എഴുതാം, അതിന് തെറ്റില്ല. പക്ഷേ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? +1ല് തോറ്റ വിഷയത്തിന് വേണ്ടി +2വിൽ ജയിച്ച വിഷയം വീണ്ടും എഴുതുന്നു. മനസ്സിലായല്ലോ? +1ൽ തോറ്റ വിഷയത്തിന് വേണ്ടി +2വിൽ ജയിച്ച വിഷയം വീണ്ടും എഴുതുന്നു. അവിടെയാണ് അപകടം എന്ന് പറയുന്നത്. അത്തരക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. ഓക്കെ, അപ്പൊ +2വില് നമ്മൾ 6 വിഷയവും കഷ്ടപ്പെട്ട് മിനിമം മാർക്ക് കൊണ്ടൊക്കെ ജയിച്ചവരുണ്ടാകും. ആ മിനിമം മാർക്ക് തന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ഉരുണ്ട് പെരണ്ട് ബുദ്ധിമുട്ടി വാങ്ങിയതാണെങ്കിൽ അങ്ങനെയുള്ളവർ ആ +2 വിഷയം +1ന് വേണ്ടി, തോറ്റ +1ന് വേണ്ടി
+2 വിഷയം വീണ്ടും എഴുതുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാണ് അപകടം, മറ്റൊന്നും അല്ല. ഓക്കെ, അപ്പോ +1 നിങ്ങൾ തോറ്റവരാണെങ്കിൽ, ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ടും കിട്ടിയിട്ടില്ല, അവിടെയും തോറ്റ് കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ സേ പരീക്ഷ +2 എഴുതുകയാണെങ്കിൽ അതൊരു റിസ്ക് ആണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയൊരു ബാധ്യത ഏറ്റെടുക്കുകയാണ്. കാരണം +2 ജയിച്ച വിഷയത്തിന്റെ മാർക്ക് അവിടെ നിർത്താതെ അത് നമുക്ക് പരിഗണിക്കില്ല. ആദ്യം മുതലേ നമ്മൾ +2 എഴുതുന്നത് പോലെ, മനസ്സിലായോ? +2 എഴുതുന്നത് പോലെ ആദ്യം മുതലേ നമ്മൾ മാർക്ക് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ +1 നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് ആ കിട്ടിയ മാർക്കിന്റെ ബാക്കിയും +2 ജയിക്കാനുള്ള മാർക്കും നിങ്ങൾ ഈ സേ പരീക്ഷയ്ക്ക് എഴുതി വാങ്ങേണ്ടതായിട്ട് വരും. ഓക്കെ, +1 കിട്ടിയ മാർക്കിന്റെ ബാക്കി, അതായത് അത് 24 അല്ലെങ്കിൽ 18 ആവാൻ വേണ്ടി, 24 എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ഇല്ലാത്തവർക്കും 18 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഉള്ളവർക്കും, അങ്ങനെയുള്ളവർക്ക് ഈ +1 എത്രയാണോ മാർക്ക് കിട്ടിയിട്ടുള്ളത് ആ മാർക്കിന്റെ ബാക്കിയും, അതായത് 24 ആവാൻ അല്ലെങ്കിൽ 18 ആവാൻ ബാക്കി വരുന്നതും +2 ജയിക്കാൻ വേണ്ടി വരുന്ന മാർക്കും കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? +2 ഇപ്പൊ സേ പരീക്ഷയ്ക്ക് വാങ്ങേണ്ടി വരും. ഓക്കെ, അത് എല്ലാവർക്കും സാധ്യമല്ല. മനസ്സിലാവുണ്ടോ? എല്ലാവർക്കും സാധ്യമല്ല. എനിക്ക് ഉറപ്പുണ്ട് ഭൂരിപക്ഷം കുട്ടികൾക്കും അത് സാധ്യമല്ല ഇങ്ങനെയുള്ള വിഭാഗത്തില്. ഓക്കെ, അപ്പോ ചെയ്യാൻ പറ്റുന്ന എന്താ? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, അതായത് ധൈര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എന്തിനാണ് ധൈര്യം? ഇവിടെ മാർക്ക് കൂടുതൽ വാങ്ങാൻ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് എത്ര എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ +1 വേണ്ട ബാക്കി മാർക്ക് +2 വേണ്ട മുഴുവൻ മാർക്കും നമ്മൾ വാങ്ങാൻ കഴിയും എന്നൊരു ധൈര്യം, അതാണ് ഞാൻ ധൈര്യം കൊണ്ട് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതരുത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, നിങ്ങളെ ഞാൻ പിറകോട്ട് വലിക്കല്ല. കാരണം എന്താ വെച്ചാൽ +2 നിങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയ മാർക്ക് ഇനി +2 സേ എഴുതുമ്പോൾ അത് നഷ്ടപ്പെടും. ചിലപ്പോൾ നിങ്ങൾ ജയിക്കണമെന്നില്ല. കാരണം ജയിക്കണമെന്നില്ല എന്ന് പറഞ്ഞത് +1 ആ കിട്ടാത്ത മാർക്ക് കൂടെ ഇവിടെ കൂട്ടി വാങ്ങണ്ടേ? ഞാൻ പറഞ്ഞതിന് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കല്ല, കാര്യം മനസ്സിലാക്കി തരികയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ കൂട്ടി വാങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ +2 സേല് നിങ്ങൾക്ക് ഇപ്പൊ എഴുതുമ്പോൾ കിട്ടുന്ന മാർക്ക് എന്താണോ അതായിരിക്കും നിങ്ങളുടെ +2 മാർക്ക്. +2 സേയിൽ നിങ്ങൾ എഴുതുമ്പോൾ കിട്ടുന്ന മാർക്ക് എന്താണോ അതായിരിക്കും നിങ്ങളുടെ +2 മാർക്ക്. മനസ്സിലായില്ലേ? അപ്പോ ഇനി അങ്ങനെ നിങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിക്കാതെ, അതായത് നിങ്ങൾ ഇത് എഴുതാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്റെ വാക്കുകൊണ്ട് മാത്രം നിങ്ങൾ എഴുതാതിരിക്കണ്ട. നിങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അന്വേഷിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാൻസ് ഉണ്ട്, സേ എന്ന് പറയുന്ന ഒരു ചാൻസ് ഉണ്ട്. അഥവാ നമ്മൾ ലക്കി കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാലോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട്, ഇവിടെ ലക്കി ഒന്നും ഇല്ല. നമ്മൾ കൃത്യമായിട്ട് അധ്വാനിച്ചാൽ നമുക്ക് പാസ്സാവാൻ സാധിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ലക്കും ലഗാനും ഒന്നും ഇല്ലാത്ത സംഭവമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനി ഇതിപ്പോ ഈ പറഞ്ഞ രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ അത് മാർക്ക് പോവും, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല, എന്നെ കൊണ്ട് ഇത് എല്ലാം കൂടെ പഠിച്ചെടുക്കാൻ സാധിക്കില്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരും. അതായത് 2026 മാർച്ചിൽ പരീക്ഷ വരും. അവിടെ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റ് വരും, +2 പരീക്ഷ മെയിൻ എക്സാമും വരും. ഓക്കെ, +1 ഈ വർഷം വന്ന പോലെ തന്നെ മാർച്ചില് +1 ഇംപ്രൂവ്മെന്റ് വന്നു, അതുപോലെ തന്നെ +2 മാർച്ച് മെയിൻ എക്സാമും വന്നു. ഓക്കെ, അപ്പോ ഇവിടെ +2 ഇപ്പൊ ജയിച്ചു നിൽക്കുന്ന കുട്ടികൾ ഇനി +1 ആണ് കിട്ടാനുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വരുന്ന വർഷം 2026 +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാത്രം എഴുതിയാൽ മതി. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? +2 എഴുതേണ്ടതില്ല. ക്ലിയർ? അതാണ് കാര്യം. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇപ്പൊ +2 സേ എഴുതിയിട്ടും +1 മാർക്ക് കൂട്ടി വാങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ +2 സേയിൽ കിട്ടിയ മാർക്ക് +2 മാത്രമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, അത് ജയിച്ചതും കൂടിയാണെങ്കിൽ, അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അടുത്ത വർഷം ഈ പറഞ്ഞ രീതിയിൽ ഇംപ്രൂവ്മെന്റ് +1 മാത്രം എഴുതിയാൽ മതി. ഫീസ് 2 വർഷത്തേക്കും അടയ്ക്കണം. പക്ഷെ
ജയിച്ചത് വീണ്ടും എഴുതാതെ തോറ്റത് മാത്രമായിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഈ അപകടം എന്ന് പറയുന്നത്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ല, മൊത്തത്തിൽ +2 സേ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന കാര്യമല്ല. +1 വിഷയങ്ങൾ തോൽക്കുകയും +2 എല്ലാ വിഷയവും ജയിക്കുകയും ചെയ്തിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ പറഞ്ഞ അപകടം ഉണ്ടാകുന്നത്. ഇത് റെഗുലർ സ്റ്റുഡൻസിനും അതുപോലെ ഓപ്പൺ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ ഈ നമ്മുടെ കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസിനും ഒക്കെ ബാധകമാണ്. ഇതെല്ലാവരെയും കൂടി ഒരുമിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ഉചിതമായിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക. കൂടുതൽ അന്വേഷണം നടത്താതെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനം, നല്ലൊരു ഡിസിഷനിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇത് എന്തുകൊണ്ട് മുൻപ് പറഞ്ഞില്ല എന്ന് തോന്നരുത്. ഓക്കെ, അതായത് +2 സേ എഴുതിയതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ സർക്കുലറിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് +2 സേ ആരും എഴുതണ്ട എന്നുള്ളതല്ല. +1 ഇംപ്രൂവ്മെന്റ് തോറ്റ കുട്ടികൾ +2 ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ +1 മാത്രം എഴുതിയാൽ മതി. +2 നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷേ +1 കുറഞ്ഞ മാർക്ക് +2 കൂട്ടി വാങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെറ്റ് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനലിനെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.